2026 മുതൽ 2031 വരെയുള്ള കാലയളവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇനി ഉടനീളം വി.ഡി. സതീശൻ ഉണ്ടാകും. 1964 എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ ദാമോദരൻ മേനോൻ്റെയും വിലാസിനി അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഭാര്യ ലക്ഷ്മിപ്രിയയും ഏകമകൾ ഉണ്ണിമായും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് വി.ഡി. സതീശൻ്റേത്. രാഷ്ട്രീയ മേഖല ആയാലും കുടുംബജീവിതത്തിലായാലും അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചെറിയ കുടുംബം തന്നെയാണ്. പലപ്പോഴായിട്ടും കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രിയായി ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന വി.ഡി. സതീശൻ കുടുംബത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ സംസാരിക്കാനും സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളാനും സാധിക്കുന്നത് തൻ്റെ ഭാര്യയിലൂടെയും മകളിലൂടെയുമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പുതിയ തലമുറയോട് സംസാരിക്കുമ്പോൾ വി.ഡിക്ക് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകാറില്ല എന്ന് പൊതുവെയുള്ള അഭിപ്രായം തന്നെയാണ്. അതിനുള്ള കാരണക്കാരി മകൾ ഉണ്ണിമായ തന്നെയാണ്. അച്ഛനായ വി.ഡിയും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളിലും തന്നെ വിമർശിക്കാനും സാക്ഷിക്കാനും ഈ ലോകത്ത് ആകെ അവകാശമുള്ളത്, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത് മകൾ ഉണ്ണിമായ്ക്ക് മാത്രമാണ്. അച്ഛൻ്റെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നതും മകൾ തന്നെയാണ്. തൻ്റെ അടുത്ത കൂട്ടുകാരൻ കൂടിയാണ് തൻ്റെ അച്ഛനായ വി.ഡി എന്ന് മകളും പറഞ്ഞിട്ടുണ്ട്. ആൺ പെൺ എന്ന വ്യത്യാസമില്ലാതെ അതിനപ്പുറം ലിംഗസമത്വം എന്നുള്ളത് ഉയർത്തിപ്പിടിപ്പിക്കാനും ഉണ്ണിമായ തന്നെയാണ് അച്ഛനെ പഠിപ്പിച്ചത്. അച്ഛൻ പോകുന്ന എല്ലായിടത്തും എന്നെയോ അമ്മയോ അച്ഛൻ കൂട്ടാറില്ല. പകരം അച്ഛൻ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾക്കൊപ്പം മാക്സിമം ചിലവഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കോ അമ്മയ്ക്കോ ആ കാര്യങ്ങളിലൊന്നും തന്നെ പരാതി പറയേണ്ടി വന്നിട്ടില്ല എന്നും അച്ഛനെക്കുറിച്ച് വാ തോരാതെ ഉണ്ണിമായുമായി സംസാരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, സ്വപ്നതുല്യമായ 2 വീടുകളാണ് വി.ഡി. സതീശനുള്ളത്. സ്വസ്ഥമായി താമസിക്കാൻ വേണ്ടി മകൾക്കും ഭാര്യയ്ക്കും 2 വീടുകളും വി.ഡി. സതീശൻ പണി നൽകിയിട്ടുണ്ട്. പിണറായിയേക്കാൾ കേരളത്തിനെ കാക്കാൻ നമ്മുടെ വി.ഡി. സതീശൻ ആകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.